ചെങ്കടൽ വീണ്ടും യുദ്ധക്കളമാകുന്നു. കഴിഞ്ഞ ദിവസമാണ് യമൻ തീരത്ത് ചെങ്കടലിൽ കപ്പലിന് നേരെ ആയുധധാരികൾ ആക്രമണം നടത്തിയത്. ലൈബീരിയൻ പതാകയുള്ള ഗ്രീക്ക് ഉടമസ്ഥതയുള്ള കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. യമനിലെ ഹൊദൈദ തുറമുഖത്ത് നിന്ന് തെക്കു പടിഞ്ഞാറായി 51 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം നടന്നത്. 8 ബോട്ടുകളിലാണ് അക്രമി സംഘം എത്തിയത്. കപ്പലിലെ സായുധ സംഘം തിരിച്ചടിച്ചു. അക്രമികൾ കപ്പലിന് നേരെ വെടിയുതിർത്തതിനൊപ്പം റോക്കറ്റ് പ്രൊപ്പലന്റ് ഗ്രനേഡുകളും പ്രയോഗിച്ചു. ചെങ്കടലിൽ വടക്കു ഭാഗത്ത് സഞ്ചരിക്കുകയായിരുന്നു ചരക്ക് കപ്പൽ. ബോട്ടിലെത്തിയ അക്രമി സംഘം കപ്പലിനെ വളയുകയായിരുന്നു. ആക്രമണത്തിൽ തീപിടിച്ച കപ്പലിലെ ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതായി ബ്രിട്ടീഷ് മാരിടൈം ഏജൻസി അറിയിച്ചു. യമൻ തുറമുഖമായ ഹൊദൈദയിൽ നിന്ന് ഏകദേശം 94 കിലോമീറ്റർ, അതായത് 51 നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഞായറാഴ്ചയാണ് ആക്രമണം നടന്നത്. ഏപ്രിൽ മാസത്തിന് ശേഷം ലോകത്തിലെ പ്രധാനപ്പെട്ട ഈ ഷിപ്പിംഗ് ഇടനാഴിയിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ആക്രമണത്തിൽ കപ്പലിന് തീപിടിക്കുകയും വെള്ളം കയറുകയും ചെയ്തുവെന്ന് ബ്രിട്ടീഷ് മാരിടൈം ഏജൻസി പറഞ്ഞു. കപ്പൽ ഉപേക്ഷിച്ച് എല്ലാ ജീവനക്കാരും രക്ഷപ്പെട്ടു. അതുവഴി കടന്നുപോയ ഒരു വ്യാപാര കപ്പൽ ജീവനക്കാരെ രക്ഷപ്പെടുത്തി. എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്നും ഏജൻസി അറിയിച്ചു. അതിനിടെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തു. ഡിസംബറിന് ശേഷം യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ആദ്യമായാണ് ആക്രമണം നടത്തുന്നത്. ഡ്രോൺ ബോട്ടുകൾ, റോക്കറ്റ് പ്രൊപ്പലന്റ് ഗ്രനേഡുകൾ, ചെറിയ ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്ത മാജിക് സീഡ് ബൾക്ക് കാർഗോ കപ്പലിൽ ആക്രമണം നടത്തിയത്. കപ്പൽ നിലവിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ പലസ്തീനികളെ പിന്തുണയ്ക്കുന്നതിനാണ് ആക്രമണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൂതികൾ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ഔദ്യോഗികമായി കപ്പലിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. മാജിക് സീഡ് കപ്പലാണ് ആക്രമിക്കപ്പെട്ടതെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അൽ അൻസാർ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്ത സന്ദേശത്തിലാണ് ആക്രമണം നടത്തിയത് തങ്ങളാണെന്ന് ഹൂതികൾ വെളിപ്പെടുത്തിയത്. യമനിലെ ഭൂരിഭാഗം പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്നത് ഹൂതികളാണ്. 2023 ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഹൂതികൾ ചെങ്കടലിലെ കപ്പലുകളെ ലക്ഷ്യമിടാൻ തുടങ്ങിയത്. പലസ്തീനികളുടെ പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ആക്രമണമെന്നാണ് വിമത സംഘം അവകാശപ്പെട്ടത്. 2023 നവംബറിനും 2025 ജനുവരിക്കും ഇടയിൽ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ 100-ലധികം ആക്രമണങ്ങൾ നടത്തി. ഇത് ആഗോള ഷിപ്പിങ്ങിനെ തടസ്സപ്പെടുത്തിയിരുന്നു. ഇതോടെ ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതം ഉപേക്ഷിക്കാൻ ഷിപ്പിംഗ് കമ്പനികൾ നിർബന്ധിതരായി. ഈ കാലയളവിൽ സംഘം 2 കപ്പലുകളെ മുക്കി, മറ്റൊന്ന് പിടിച്ചെടുത്തു. കുറഞ്ഞത് 4 നാവികരെയെങ്കിലും കൊലപ്പെടുത്തി. ഇസ്രായേലും ഹമാസും തമ്മിൽ ഗസയിൽ വെടിനിർത്തലിലെത്തിയതോടെ ജനുവരിയിൽ ഹൂതികൾ ആക്രമണങ്ങൾ നിർത്തി. എന്നാൽ മാർച്ച് പകുതിയോടെ അമേരിക്ക ഗ്രൂപ്പിനെതിരെ വ്യാപകമായ ആക്രമണം ആരംഭിച്ചതോടെ ഹൂതികൾ വീണ്ടും ആക്രമണം തുടങ്ങി. മെയ് മാസത്തിൽ വെടിനിർത്തലിന് ഇരുവശവും സമ്മതിച്ചു. അതിനുശേഷം ഹൂതികൾ ഒരു കപ്പലിനെയും ആക്രമിച്ചിട്ടില്ല. എന്നാൽ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണങ്ങൾ തുടർന്നു. ഞായറാഴ്ചയും ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം ഹൂതികൾ നടത്തി. ഞായറാഴ്ച അർദ്ധരാത്രിക്ക് തൊട്ടുമുമ്പ് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമനിലെ 3 തുറമുഖങ്ങൾക്ക് ഇസ്രായേൽ സൈന്യം ഒഴിപ്പിക്കൽ ഭീഷണി മുഴക്കിയിരുന്നു. റാസൽ ഹാത്തിബ് പവർ സ്റ്റേഷനോടൊപ്പം ഹൊദൈദ, റാസിസ, അസ് സാലിഫ് എന്നിവിടങ്ങളിൽ വ്യോമാക്രമണങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ഹൂതികൾ ആക്രമണം അവസാനിപ്പിച്ചതോടെ ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം സാധാരണയേക്കാൾ കുറവാണെങ്കിലും ഇപ്പോൾ വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഞായറാഴ്ചത്തെ ഏറ്റവും പുതിയ ആക്രമണം ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കും. അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ വീണ്ടും ഹൂതികൾ ആക്രമണം നടത്തി. ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ജൂലൈ 6 പുലർച്ചെയാണ് മിസൈൽ ആക്രമണം നടത്തിയത്. മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങളിൽ സൈറൻ മുഴങ്ങി. പരിഭ്രാന്തരായ ജനങ്ങൾ ജീവന് വേണ്ടി ഷെൽട്ടറിൽ അഭയം തേടിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഗാസയിൽ വംശഹത്യ ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന മുന്നറിയിപ്പോടെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത്.